നമസ്കാരം. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 കർമ്മരംഗത്ത് പല പ്രശ്നങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ചില തിരിച്ചടികൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ ഉരുത്തിരിയാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. തെറ്റിദ്ധാരണകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരികയാണ് എങ്കിൽ ചികിത്സിക്കേണ്ടത് അനിവാര്യമാണ്. വൈകിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സംസാരം ഗ്രഹിക്കുക. ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയം കൂടിയാണ് ഇത്. പിതൃസ്വത്തുക്കൾ കൈവരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള വർഷം കൂടിയാണ് ഇത്. ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ തീരുമാനം എടുക്കാവൂ. ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കാൻ പോകുന്നത് വർഷാന്ത്യവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാകുന്നു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഈ സമയം മഹാലക്ഷ്മി ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഒരേ സമയം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. ഒരേ സമയം അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നീങ്ങുന്നതായ സമയമാകുന്നു. സ്ഥലം മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലോ ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി പരാമർശിക്കാനായി പോകുന്നത് മാർച്ച് ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം സാക്ഷാൽ മുരുകസ്വാമിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ഈ സമയം സന്താനങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ ഇപ്രകാരം സംഭവിക്കാവുന്നതാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുവാനും മനസ്സ് മടുപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. വിമർശനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതായി വരാം. അതിനാൽ ചെയ്യുന്നതായ കർമ്മങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. വിദേശ ജോലി അനുകൂലമാകുന്നതായ സമയമാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിക്കാവുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയം. അതല്ല എങ്കിൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പിതൃസ്വത്തുക്കൾ കൈവരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാകുന്നു. സഹായിക്കാം എന്ന് പറഞ്ഞവർ പിന്നീട് പിന്മാറുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതിനാൽ ഏത് കാര്യമാണ് എങ്കിലും അത് ഉറപ്പിച്ചാൽ പോലും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്നത് ഈ വർഷത്തിന്റെ പകുതിയോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം ദേവി ഭജനം അഥവാ സാക്ഷാൽ ദേവിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം അന്നദാനം നടത്തുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അധ്യാപകർക്ക് മോശം സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. യാത്ര വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. സംസാരം ശ്രദ്ധിച്ചില്ല എങ്കിൽ പലവിധ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ, ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാനോ മാറ്റുവാനോ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മാതാവിന്റെ രോഗം, മനക്ലേശങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായി അനുകൂലമായ സമയമാകുന്നു. അതിനാൽ ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം കൂടിയാകുന്നു. തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മനക്ലേശങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പകുതിക്ക് ശേഷം, അതായത് ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഈ സമയം സാക്ഷാൽ പരമശിവനെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ നാൽക്കാലികളുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. അപവാദം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. കുടുംബം വിട്ട് കഴിയേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അതല്ല പഠനമോ മറ്റ് കാരണങ്ങളാലോ ആകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം വിഷമങ്ങൾ നേരിടേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ത്യാഗം ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വീട് മോടി പിടിപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം അല്പമുണ്ട്. തൊഴിൽ അനുകൂലമാകുന്ന അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. തൊഴിൽ മേഖലയിൽ കഴിവ് തെളിയിക്കുക, പ്രശംസ നേടുക, അംഗീകാരം, ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം വന്നു ചേരാം. പല വ്യക്തികളുടെയും സഹായം ലഭിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സെപ്റ്റംബർ, ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ മനസ്സിലാക്കാം. ദേവിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദേവിയെ ഭജിക്കുന്നതിലൂടെ കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃഷിയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യം. സംസാരത്താൽ പലവിധ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. ബന്ധുക്കൾ പോലും വിരോധിക്കുന്നതായ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും വിരോധം ഏറ്റുവാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ കൂടെയുള്ളവരെ അല്പം കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായി വരും. ഇനി പരാമർശിക്കാനായി പോകുന്നത് വർഷാവസാനവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ അഭയം പ്രാപിച്ചു വേണം മുന്നോട്ട് പോകുവാൻ. കാരണം ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാകുന്നതായ സമയമാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ് എങ്കിൽ ഇരട്ടി നേട്ടങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പേര്, പ്രശസ്തി തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്ന് ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ, ആഗ്രഹിക്കുന്ന വാഹനം സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയം കൂടിയാകുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുക, പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്.
കച്ചവടത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ തീരുമാനങ്ങൾ അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. അതല്ല എങ്കിൽ ധനപരവും മറ്റു നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ മുരുക ഭഗവാനെ, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വന്നു ചേരുന്നതായ പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലം ഇപ്രകാരമാകുന്നു. പറഞ്ഞിരിക്കുന്നത് പൊതുഫല പ്രകാരമാണ് എന്ന കാര്യവും ഓർക്കുക.